ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ ടു ലീഡ്. സോ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മെയിൻലി കോൺസെൻട്രേറ്റഡ് ഫോർ ദ BCA സ്റ്റുഡൻസ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഫിഫ്ത്ത് സെമിസ്റ്ററിൽ വരുന്ന മേജർ പ്രോഗ്രാമായ ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ പുതിയ സീരീസായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയ ആൻഡ് ഓർ ഗേറ്റ്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ആൻഡ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ മെയിനായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ നോക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിന് ഒരു ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നമുക്കറിയാം, നമ്മൾ പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽസിലൊക്കെ പഠിച്ച കാര്യമാണ്. ഒരു കമ്പ്യൂട്ടറിന് എപ്പോഴും മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തുടങ്ങുന്നത് എന്താണ് ബൈനറി നമ്പേഴ്സ്, അതിൻ്റെ അഡീഷൻസ് എന്താണ്, അതിൽ വരുന്ന ഓപ്പറേഷൻസ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ദ ബൈനറി നമ്പർ സിസ്റ്റം. എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ബൈനറി നമ്പർ സിസ്റ്റം? എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം? നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ആസ് എ നെയിം ഇൻഡിക്കേറ്റ്, ബൈനറി നമ്പർ സിസ്റ്റത്തിൽ രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ദർ ഹാവ് എ 2 ഡിജിറ്റ്, either 0 or 1, ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0ൻ്റെ 1ൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും ഏതിൽ വരുന്നുണ്ടാവുക, ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്നുണ്ടാവുക. രണ്ട് നമ്പേഴ്സ് 0 അല്ലെങ്കിൽ 1 എന്ന രണ്ട് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് ബൈനറി അഡീഷൻ. നമ്മൾ ബൈനറി നമ്പർ എന്താണെന്ന് പഠിച്ചു. ഇനി നോക്കാൻ പോകുന്നത് ബൈനറി അഡീഷൻ എങ്ങനെയാണ്. ഒരു ബൈനറി നമ്പർ തന്നാൽ അവർ നമ്മൾ എങ്ങനെ അഡീഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബൈനറി നമ്പേഴ്സ്, ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷനാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. എയും ബി എന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എയ്ക്കും ബിക്കും കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് 4 വാല്യൂസാണ്. ദാറ്റ് ഈസ് 0 0 0 1 1 0 1 1 എന്ന 4 വാല്യൂസാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, എയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നത് രണ്ട് നമ്പേഴ്സാണെന്ന് വിചാരിക്കുക, എയും ബിയും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് സമ്മും ക്യാരി എന്ന രണ്ട് ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. സം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് എന്തായിരിക്കും നമുക്ക് സമ്മ് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ ക്യാരി എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ബൈനറി അഡീഷനിലുള്ളത്. സോ 0 + 0 0 + 0, എൻ്റെ വാല്യൂ 0 ബിൻ്റെ വാല്യൂ 0 ആഡ് ചെയ്താൽ നമുക്ക് സമ്മ് 0 കിട്ടുന്നുണ്ടാകും, ക്യാരി 0 കിട്ടുന്നുണ്ടാകും. 0യും 1ഉം കൂടി ആഡ് ചെയ്ത് സമ്മ് 1 ആയിരിക്കും, ക്യാരി 0 ആയിരിക്കും. 1ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ സമ്മ് 0യും ക്യാരി 1ഉം, 1ഉം 0യും ആഡ് ചെയ്താൽ സമ്മ് 1ഉം ക്യാരി 0 ആയിരിക്കും. നമുക്കതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് ടേബിളിലോട്ട് ആക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നോക്കാമെന്നുണ്ടെങ്കിൽ സിമ്പിൾ അഡീഷൻ, രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ ക്യാരി വരാതെ സിമ്പിൾ അഡീഷനാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ സം ചെയ്യാൻ പോകുന്ന രണ്ട് നമ്പേഴ്സ് 1010 എന്നൊരു നമ്പറും 0101 എന്നൊരു നമ്പറാണെന്ന് കൺസിഡർ ചെയ്യാം. വേർ എ ഈസ് ഈക്വൽ ടു 1010, ബി ഈസ് ഈക്വൽ ടു 0101 ആണെന്നുണ്ടെങ്കിൽ സം ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? 0 + 1ൻ്റെ വാല്യൂ എന്താണ്? സം. 0 + 1 എന്ന് പറയുന്നത് സമ്മ് 1 ആണ്. ക്യാരിയോ? ക്യാരി 0 ആണ്. ദെൻ ആ ക്യാരിയും നമ്മുടെ 1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? എഗെയിൻ 1 ആയിരിക്കും. ക്യാരിയും 1ഉം കൂടെ ആഡ് ചെയ്യുക. ഈ ക്യാരിയും നെക്സ്റ്റ് 1 ആണ് ബൈനറി അഡീഷൻ വിത്ത് ക്യാരി. ഒരു ക്യാരി വന്നാൽ എങ്ങനെയായിരിക്കും ബൈനറി അഡീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവാനാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. വേർ എ ഈസ് ഈക്വൽ ടു 1101 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1011 എന്നു എടുത്തു. വേർ എ ഈസ് ഈക്വൽ ടു 1101, ബി ഈസ് ഈക്വൽ ടു 1011 എടുത്തു. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. 1 + 1 എന്താണ്? 1 + 1 ആ ടേബിൾ നോക്കിയേ. 1 + 1 എന്താണ്? 0. സോ 1 + 1 = 0. ക്യാരി എന്ത് വന്നു? 1 എന്ന് വന്നു. ക്ലിയർ? ഈ 1ഉം
ഈ 1ഉം ഈ 0യും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാകും 1 + 0 again 1 കിട്ടും. ക്ലിയർ? 1 + 0 1 കിട്ടും. ആ കിട്ടിയ 1ഉം ഈ 1ഉം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1 + 1 again 0 പിന്നെയും ക്യാരി 1 വന്നു. ക്ലിയർ അല്ലേ? ഇനി ഈ 1ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്തു. സോ 1 + 1 again 0 ക്യാരി എന്ത് വന്നു 1 വന്നു. ഈ 0 + 0 0. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1 + 1 0 ക്യാരി വന്നപ്പോൾ ഇപ്പുറത്തിട്ടു. 0 + 1 1 again ഈ 1 എന്ത് ചെയ്തു താഴത്തേക്ക് ഇട്ടു. നമുക്ക് കിട്ടുന്ന ആൻസർ 1 1 0 0 0. ഓക്കെ, ബൈനറി സബ്സ്ട്രാക്ഷൻ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ രണ്ട് നമ്പേഴ്സിൻ്റെ ബൈനറി സബ്സ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഇൻപുട്ടിൽ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. എ ബി എന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടാകും, റിസൾട്ട് ഉണ്ടാകും, സബ്സ്ട്രാക്ട് ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ബോറോയും ഉണ്ടാകും. സോ നമുക്ക് രണ്ട് വാല്യൂസ് ആയിരിക്കും വരുന്നുണ്ടാവുക, 0 0 0 1 1 0 1 1 എന്ന രണ്ട് വാല്യൂസ് ആയിരിക്കും വരാം. 0 - 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 1 - 0 എന്ന് പറയുന്നത് 1 - 0 എന്ന് പറയുന്നത് 0 ആണ്. 1 - 0 എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 0 - 1 എന്ന് പറയുന്നത് 1 ആണ്. 1 - 1 എന്താണ് 0 ആണ്. 0 - 0 0 ആണ്. 1 - 0 1 ആണ്. 1 - 1 0 ആണ്. 0 - 1 1 ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. സെയിം നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0യും ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ ഇപ്പോൾ 0 ആണ് എ എങ്കിൽ ബി 1 ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും 1 ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്, ബൈനറി സബ്സ്ട്രാക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ 0 - 1 വരുന്ന കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുള്ളൂ, ബോറോ വാല്യൂ വരുന്നുണ്ടാവുള്ളൂ. സോ ഇങ്ങനെയാണ് നമുക്ക് ഏത് വർക്ക് ചെയ്യുന്നത്, ബൈനറി സബ്സ്ട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ വഴി എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾ വേർ എ ഈസ് ഈക്വൽ ടു 1 0 1 1 ബി ഈസ് ഈക്വൽ ടു 0 0 1 0 ആണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക എന്നാണ് നോക്കാൻ പോകുന്നത്. സോ നോക്കാം, നമുക്കറിയാം കാൽക്കുലേഷൻസിൻ്റെ കാര്യങ്ങൾ അറിയാം. 0 - 0 റിസൾട്ട് 0 ആയിരിക്കും. 0 - 1 റിസൾട്ട് 1ഉം ബോറോ 1ഉം. 1 - 0 റിസൾട്ട് 1 ആയിരിക്കും. 1 - 1 0 ആയിരിക്കും. സോ 1 - 0 ഓപ്പോസിറ്റ് നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും വാല്യൂ എന്താ വരുന്നുണ്ടാവുക, 1 എന്ന വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. സെയിം നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യുന്ന ടൈമിലോ 0 എന്ന വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. എഗെയിൻ സെയിം നമ്പർ ആയതുകൊണ്ട് 0, ഡിഫറെൻറ്റ് നമ്പർ ആയതുകൊണ്ട് 1. സോ 1 0 0 1 എന്ന രീതിയിലായിരിക്കും ഏത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ സബ്സ്ട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത് എന്താണ് ബൈനറി നമ്പേഴ്സ് എന്ന് നോക്കി, ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ നോക്കി, സബ്സ്ട്രാക്ഷൻ നോക്കി. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 1's കോംപ്ലിമെൻറ്റ് എന്താണ്, 2's കോംപ്ലിമെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബൈനറി അഡീഷൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. താങ്ക്